guys, welcome back to my channel guys. Welcome to my channel TPFF. Guys, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ അല്ല, ഒന്നുമല്ല. ഫ്രീ ഫയർ അല്ല, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. മൊബൈലിൽ മൈൻക്രാഫ്റ്റ് ചെയ്ത് റിയൽ മൈൻക്രാഫ്റ്റ് ആണ് പറ്റും. ആ റിയൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ റീലിൻ്റെ ഒക്കെ പകുതി ആയിട്ടുണ്ട്. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കും, പക്ഷേ ഞാൻ ഇന്നത് കളിക്കുന്നത് ക്രിയേറ്റീവ് മോഡിലാണ്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ സർവൈവൽ മോഡ് ഞാൻ കളിക്കുന്നു. പുതിയ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഞാൻ സർവൈവൽ കളിക്കാൻ പോകുന്നത്. സർവൈവൽ ഞാൻ പുതിയ അക്കൗണ്ട് ക്രിയേറ്റീവാണ്. ഇത് കുറേ വർഷം ഞാൻ കളിച്ചിട്ടൊക്കെ തന്നെ ഡൗൺലോഡ്. ഞാൻ ഇപ്പോൾ ഫ്രീ ഫയറിലാണ് വലിയ കാര്യമൊക്കെ ചെയ്യും. ഫ്രീ ഫയർ വീഡിയോ പിന്നെ ഒരു ദിവസം ഇടാം ഞാൻ ഇടും. പിന്നെ ഈയിടെ ഒന്നും വീഡിയോ വന്നില്ല. ബിക്കോസ് നമ്മുടെ സ്കൂളൊക്കെ തുറന്നു. അപ്പം ഇനി വീഡിയോ ഒക്കെ താമസിച്ചേ വരത്തുള്ളൂ. ബിക്കോസ് ഞാനിപ്പം 5ലാണ് പഠിക്കുന്നത്. ഇപ്പം 5 ഞാൻ പഠിക്കുന്നത്. ഇപ്പം ക്ലാസ്സൊക്കെ തുടങ്ങാം. വെനസ്ഡേ തുടങ്ങും. അപ്പം ചിലപ്പം വീഡിയോ ഒന്നും വലുതായിട്ട് വരത്തില്ല. ഐ എം സോറി, ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്കൂളിൽ പോകണ്ടെന്ന് വിചാരിച്ചാൽ അമ്മയും പപ്പയൊന്നും സമ്മതിക്കത്തില്ല, പറയും. അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് വീഡിയോ ഇടുന്ന പറഞ്ഞാൽ ഒരു സുഖത്തിന് ഇത്ര നാളെ വീഡിയോ ഇട്ടതൊക്കെ. നമുക്ക് എന്തായാലും ഫ്രീ ഫയർ പുതിയ സർവൈവൽ മോഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ശകലേ കളിക്കത്തുള്ളൂ. പകുതിയോളം കളിക്കുമായിരിക്കും. പകുതി ഒക്കെ നോക്കാം, ചാവത്തില്ലേന്ന്. തന്നെ എവിടെയാണ് സ്പോണായത്? ആണ്ട് നല്ല സ്ഥലം. പെട്ടെന്ന് തന്നെ ഇപ്പോൾ മഴ മാറ്റാണ് ഗൈസ്. പിന്നെ നമ്മളാണ് ഗൈസ് ഞാൻ കാണിക്കാം. ഇതാണ് എന്ത് ഗൈസ്, നമ്മുടെ ഒരു മോഡ് വരി കൂടെ കയറ്റിയത് ഗൈസ്. ഫ്രീ ഫയർ ഗൈസ്. മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് എത്ര കോഴീനെ തലിക്കില്ല. ആർക്കും ഒരു വാട്സപ്പ് വേണം, ഫേസ്ബുക്ക് വേണം. നമ്മളുടെ പൂരുതനാണ്. കുക്കുരുതൻ അടാടാ ചാടിപ്പോന്നുള്ളത്. ഉച്ചർക്ക ഇന്ത്യടായ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഹായ് കൊന്ന് ഗൈസ്. ഭയങ്കര ഇവിടെ പക്ഷിപ്പനിയാണ്. കഴിക്കണ്ട, പണിയാവും, വയറിന് പണിയാവും. ഫ്രീ ഫയറിലൊക്കെ എന്ത് പക്ഷിപ്പനിയല്ലേ? എന്ത് സ്റ്റെപ്പ് പോലെ നമുക്ക് നോക്കാം. ഇവിടെ ഡയമണ്ട് കോള കോപ്പം എന്താ ഗൈസ്? വെള്ളം ഉണ്ട്, പക്ഷെ മരമൊന്നും കാണുന്നില്ല ഗൈസ്. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ നോക്കാം. ചത്ത് നമുക്ക് അമ്മയുടെ ഒരു പന്നി കവനയും കൂടെ ഒക്കെ തട്ടിയാലോ? അയ്യോ അമ്മേ, ഞാൻ ചത്തരാപ്പോയി. അടാടാ മേളോട് കൂടാ. മേടിച്ചില്ലേ? ഞാൻ മേടിച്ചേ ഇല്ല. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു വന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് ഭയന്ന് പോയെന്നുള്ളൂ. ഈ പന്നി കാണുന്നില്ല. കൊച്ചിറക്ക ഇതൊക്കെയുണ്ട്, സുഖല്ലേ? അയ്യോ ഇവനെ ഉണ്ടല്ലോ തല്ലി. ഇഞ്ചി മുട്ടായി. അവിടെ ഇവനെന്നോളോ ചാവാത്ത. ഇന്ന് ഞാനുണ്ടല്ലോ ഇവനെ തല്ലിയെങ്കിലും. പണ്ട് പ്രോ ആയിരുന്നു. പണ്ട് ഒറ്റ വെട്ടിന് എൻ്റെ എല്ലാ എണ്ണം ചത്ത് പോയായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതവിടെ ഇരിക്കും. ഇച്ചിരി മീറ്റ് കഴിക്കാൻ വിശക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ആ അവനെ കൂടെ കൊല്ലാം. പശുവിനും കൂടെ നമുക്കിപ്പം ഇതിനെ കൊല്ലുന്നത് നമുക്ക് ഫുഡ് വേണം ജീവിക്കാൻ. രാത്രിയാകുമ്പോൾ പിന്നെ അറിയാലോ, സോംബികൾ കാല വരെ നിലത്തടിക്കും നമ്മളെ. അങ്ങോട്ടാണോ ഓടിപ്പോകുന്നത്? പശുവൊക്കെ പതിയെ പോത്തുള്ളൂ. അവനെ കൊന്നു. നമുക്ക് അങ്ങോട്ട് പോകട്ടെ. മഴ ഇല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടാക്കാനും പറ്റത്തില്ല. വീടല്ല, ബെഡ് വേണം. സത്യം പറഞ്ഞത് ബെഡുണ്ടായാലേ പണി ആവാതിരിക്കത്തില്ല. യാത്രയൊക്കെ ആകുമ്പോൾ ഞാൻ പോവും, വീഡിയോ ഒക്കെ ഓഫ്. മിക്കവാറും ഞാൻ ചാവും രാത്രിയാവും. നോക്ക് പന്നി. ഇപ്പം പന്നീനെ കൊല്ലേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്ന് മഴ നോക്കണം. ഇതേ മഴ. എന്തായാലും അങ്ങോട്ട് പോയി നമുക്കൊന്ന് സെറ്റാക്കാം.
ചുമ ഇതാക്കുക. ആദ്യം തന്നെ ഒരു ഇതുണ്ടാക്കണം, പിന്നെ നമുക്ക് ഇച്ചിരി ആദ്യമേ വാളല്ലെങ്കിൽ ആക്സ് ഉണ്ടാക്കാം ഗൈസ്. മരം കാണുവാണെങ്കിൽ പെട്ടെന്ന് മുറിക്കാനും പറ്റുള്ളൂ. പിന്നെ പതിയെ പതിയെ പിക്കാക്സ്, സ്റ്റോൺ പിക്കാക്സ്, അങ്ങനെ ഡയമണ്ട് ആക്കണം. എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനേ ഉള്ളല്ലോ ഗൈസ്. കൽപ്പനയിൽ 16 പ്ലാങ്ക്സ് ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിളും 4 സ്റ്റിക്കും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം ആദ്യമേ തന്നെ ഇതൊക്കെ ഈ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഒരു വാള് ആദ്യമേ നമുക്ക് ആക്സ് എടുക്കാം. ഒരു വാള് വെച്ചേക്കാം. ആക്സ് ഒരു വാളും വെച്ചിട്ടുണ്ട് കയ്യിൽ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ പൊട്ടിച്ചെടുത്തോളാം. ഇവിടെ ഒന്നും വലുതായിട്ട് ഒക്കെ നമുക്ക് എന്തായാലും ഇവിടം വരെ എത്തിയതല്ലേ, ഇവനെ അങ്ങോട്ട് തട്ടയാലോ. പറഞ്ഞാൽ തട്ടാന്ന് പറഞ്ഞു, പക്ഷെ കുഴപ്പമില്ല. സീല നമ്മളൊക്കെ അങ്ങനെയുള്ളൂ. 3-4 അടിക്കാൻ ചത്തുണ്ട്. മരം ഡെസേർട്ടാണോ പറഞ്ഞവിടെ? ഷീപ്പ് 2 അല്ല. പിന്നെ ഇന്ന് നമുക്ക് കിടക്കാനുള്ള ബെഡായി. അല്ല മോനെ, തങ്കച്ചട്ടം കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കത്തില്ല. പക്ഷെ ആ 2 കൊന്നപ്പം മറ്റേ വുഡ് അല്ല വൂള് കിട്ടി. നമുക്ക് പോയി ആക്സ് പെട്ടെന്ന് മുട്ടൻ ആക്സ്. എല്ലായിടത്തും വെള്ളമാകൂപ്പ്. ബോട്ടിൽ പോയാലോ അപ്പുറത്തോട്ട്? മരം നമ്മൾ അങ്ങോട്ട് പോകണം. പിതാക്കളെ വാപ്പ്. ഇതെന്തു ആണ്ട മരം മുറിക്കണം. നമുക്ക് കുറേ വുഡൻ പ്ലാങ്ക് ഒക്കെ വെക്കാം. ഒരു ഷീപ്പും കൂടെ മതി ഗൈസ്. നമുക്ക് എന്തായാലും ഒരു ഷീപ്പിനെയും കൂടെ കൊല്ലുവാണ്, നമുക്ക് ഇത് കിട്ടും. ബെഡ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ സന്തോഷ വാർത്തയാണ് ഗൈസ്. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സുഖിച്ച് ബെഡിൽ കിടക്കാം. സോറി, കോരിയാടാ ചമ്മിപ്പോയി. ആരും ഒന്നും കണ്ടില്ലല്ലേ. ഞാൻ ചെറുതായിട്ട് ചമ്മിപ്പോയി. വേറെ ഒന്നുമില്ല. ഇച്ചിരും കൂടെ കൂട്ടം പ്ലാഗ് ഗുണാക്കേവാണിത്. അമ്മേ പിന്നെ അതൊന്നും ചെയ്യില്ല ഗൈസ്. ഷീപ്പ് പോളി. ഇന്ന് നമ്മൾ ഒരു പൊളിക്കും. അടങ്ങിയിടാ ഗൈസ്. കിട്ടിപ്പോയി. നമുക്ക് ഈ മരം കൂടെ മുറിച്ചിട്ട് കഴിഞ്ഞ് പിക്കാക്സ് ഉണ്ടാക്കണം. അതും കൊണ്ട് സ്റ്റോൺ എടുക്കണം. സ്റ്റോൺ പിക്കാക്സ്, അങ്ങനെ കുറേ സ്റ്റോൺ പറക്കാം. ഇവിടെ അടുത്ത് സ്റ്റോൺ അങ്ങോട്ട് സംഭവം. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കട്ട സ്റ്റോൺ ശകലം മതി. നമുക്കിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് പെട്ടെന്നൊരു പിക്കാക്സ് രാത്രിയാവാറായില്ലല്ലോ. പിന്നെ നമുക്ക് ഇതും ഉണ്ടാക്കണം. ഒരു ഒരു ബെഡ് ഉണ്ടാക്കാം. ഒരു ബോട്ട് കൈ വെച്ചേക്കാം. ആവശ്യം വരും എന്തായാലും. ബോട്ട് എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. തടിയൊന്നും തീർന്നില്ലേ, ഇപ്പോഴും കയ്യിലുണ്ട്. ഒരു ആക്സും കൂടെ ഉണ്ടാക്കാം. നമുക്ക് സ്റ്റോൺ ആക്സ് അപ്പം ഉണ്ടാക്കാം. ഒരു ആക്സും കൂടെ വേണം. പക്ഷേ പിക്കാക്സ് നമുക്ക് സ്റ്റോണ് ഞാൻ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് അങ്ങോട്ട് കണ്ട. നമ്മുടെ ഇപ്പോൾ ആവശ്യത്തിന് മീറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വേണം ഇവന്മാരെ കറി അടിച്ച് തിന്നാം. ഞാൻ വലിയ 100 രൂപ കാണിക്കുന്നില്ല. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകണം. വേണ്ട ഗുണാക്കേവിലോട്ട് പോകണം. മറ്റൊരു വഴി കൂടെ ഗുണാക്കേവിലോട്ട് യാത്ര. നമുക്ക് ഇച്ചിരി മീറ്റൊക്കെ തിന്നാം. ഇവന്മാരെ തല്ലാം. എനിക്കാണെങ്കിൽ അങ്ങോട്ട് കാണുമ്പോൾ അങ്ങോട്ട് തല്ലിക്കൊന്ന്. ഭയങ്കര കൂരൻ. സൂര്യൻ പോടാ താരന്ന് പോയിരിക്കാം. വേണ്ട ഒരാൾ മാനത്ത് പൈങ്കിളിയിൽ നോക്കുന്ന കണ്ടു. പുറ്റിക്കുട്ട അവനെ ഒന്ന് സെറ്റ്. അവിടെ കോരിയൊന്നുമില്ലാതെ കൊള്ളത്ത്. ഇവനെ കൊല്ലില്ല. അവിടെ ഉച്ചിറക്കം എന്തൊക്കെ ഉണ്ടോ? സുഖമല്ലേ? പിന്നെ എത്ര നാളെ കണ്ടിട്ട്.
ഇന്നത്തെ തുറന്നിട്ട് തന്നെ 2-3 വർഷം. എത്ര മതിയായിരിക്കും. എവിടെ ദേടെ പിന്നെ ഇവന്മാരോട് പോവാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇതിനെ തന്നെ തല്ലിക്കൊന്നു. മാറി മുമ്പിന്ന് പറയാം, ഞാൻ കൊല്ലുന്നില്ല. ചിലപ്പോൾ മനസ്സൊക്കെ വന്നാൽ ഞാൻ കൊല്ലുവേ. നമുക്ക് എന്തായാലും സ്റ്റോൺ പൊട്ടിക്കും. മൈൻക്രാഫ്റ്റിൽ ഒരു രാത്രിയായാൽ പിന്നെ അടുത്ത ദിവസമേ ഉള്ളൂ വീഡിയോ. കുറേ സമയം കിട്ടത്തില്ല. എന്തായാലും ഇച്ചിരി കല്ലൊക്കെ പറക്കാം. കല്ല് പറക്കൽ വീഡിയോയിലോട്ടാണ് നമ്മളിന്ന് കാണുന്നത്. നമ്മളിന്ന് കുറേ കല്ല് ഉണ്ടാക്കും. ഇത് ഗൈസ് ഗുണാക്കേവാണ്. ഗുണാക്കേവ് മസിലോരിക്കോട് ഗുണാക്കേവ് പണ്ട് മസിലോരിക്കോട് ഊട്ടിയിലായിരുന്നു. ഇപ്പം ഗുണാക്കേവ്. പനിതകാലല്ലേ പനി എന്താണ്ട് കുഞ്ഞും വേണ്ടത്. പണ്ടേ ഞാനൊരു പാട്ടുകാരനായിരുന്നു. പണ്ടേ ഒരു പ്രോ ആയിരുന്നു പാട്ടിന്. നമുക്ക് ആദ്യമേ വേണ്ടത് ആക്സും പിക്കാക്സും അല്ല, പിക്കാക്സാണോ ഒന്നും മനസ്സിലാവും, ഓർമ്മ പോലും ഇല്ല. അല്ല, ഇഞ്ചി മുട്ടായേ ഓർമ്മയുള്ളൂ. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ടാക്കാം. ഇഞ്ചി മുട്ടായി നമുക്ക് നോക്കാം. സ്റ്റോൺ ആക്സിന് സ്റ്റോൺ വേണമെങ്കിൽ ഇതില്ല, സ്റ്റിക്ക്. I need some types of biggest item. മോനെ നമുക്ക് ഇനി ഇച്ചിരി ഇതൊക്കെ പറക്കണം. ഗൈസ് നമുക്ക് എത്രേൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് പിന്നെ ബാക്കി പിന്നെ എടുക്കാം. രാത്രിയാവാറായി ഗൈസ്. രാത്രിയാകുമ്പോൾ എടാ ഗൈസ് എന്തൊക്കെയോ അവിടുന്ന് എന്തൊക്കെയോ നമുക്ക് ഞാൻ ഇത്രയും നേരം ഇതും കൊണ്ടാണ് അവിടുന്ന് എന്തൊക്കെയോ ഗുണാക്കേവിന്ന് ആരൊക്കെയോ ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്ന പോലെ തോന്നലാണ്. ഞാൻ കാണിച്ചു ഇപ്പം എല്ലാം പുറത്തോട്ട് വന്നു ഗൈസ്. നമുക്ക് ഇച്ചിരി നേരം കൂടെ സർവൈവ് ചെയ്യാം. നമുക്കില്ലേ സ്ഥലത്ത് കയറി കിടക്കാം. എന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോവാം. അപ്പം നിർത്തുന്നില്ലേ, ചെറിയ ലോങ് കൂടി പോയി. ഓക്കെ, നമുക്ക് ഇവിടെ കിടക്കാം. നമുക്ക് എന്തായാലും ഇവിടെ കിടക്കണ്ട, നമുക്ക് ഇച്ചിരി കൂടെ പോവാം. ഈ വരിക എല്ലാം ചത്താ പോയാൽ ഞാൻ കിടന്നിട്ടെന്നാ പോവാ. നിങ്ങൾ കിടക്കാറ്, ഞാൻ കിടക്കാറ്. സോറി. ഓക്കെ ഗൈസ്, സോംബി എന്നാ വരുന്നതിന് തല്ലി കൊന്നിട്ടേ ഉള്ളൂ എടുത്ത് കാര്യം. എന്താ മോനെ, എത്ര നാളെ നിന്നൊക്കെ കണ്ടിട്ട്. ബെഡിട്ട് കിടക്കാം, അല്ലെങ്കിൽ ഇപ്പം എല്ലാ എണ്ണം അടുത്തോട്ട് വരും. ഈ ഒരു യാത്രയും കൂടെ ഉള്ളു ഗൈസ്. ഞാനിങ്ങനെ എളുപ്പാങ്കാലത്തുള്ള വീഡിയോ ആണ് ഗൈസ്. വലിയ പേടിച്ചില്ലേ ഏട്ടാ, പണ്ടേ പ്രായാ. അവിടെ ക്രീപ്പറാണ് മോനെ, എത്ര നാളെ പൊട്ടിക്കണം. അവിടെ ഒരെണ്ണം പൊട്ടിച്ചിട്ടോടാ. ആരാ പുറകിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചാലോ. ഉച്ചിക്കൂട്ട് പൊട്ടിയോ? പൊട്ടിയോ അല്ല. പിന്നെ നമുക്കിവിടെ ഞാൻ ഇവിടെ കുരു കുഴിച്ച് ഞാൻ ഇന്നത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. ഞാൻ അടുത്തൊരു പാട്ടിന് വെയിറ്റ് ചെയ്യുക. ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. യെസ്, ടാറ്റാ.